തീപിടിച്ച കെട്ടിടത്തിന്റെ ജനലുകൾ തകർത്താണ് പലരും പുറത്തേക്ക് ചാടിയത്. റൂമിൽ കറുത്ത പുക നിറഞ്ഞത് കണ്ട് വാതിൽ തുറന്നവർക്ക് മുന്നിൽ ആളിക്കത്തുന്ന തീ. ശുചിമുറിയുടെ ജനൽ വഴി ജീവൻ പണയം വെച്ച് താഴേക്ക് ചാടിയവർ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. കുവൈത്തിലെ മംഗഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന NTBC ക്യാമ്പിൽ 49 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് കണ്ടെത്തൽ. സാങ്കേതിക പരിശോധനയും അന്വേഷണവും പൂർത്തിയായതിനു പിന്നാലെയാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ജനറൽ ഫയർഫോഴ്സ് വിഭാഗം അറിയിച്ചത്. സാക്ഷികളിൽ നിന്നുള്ള വിവരശേഖരണം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയതായും അന്വേഷണ സംഘം അറിയിച്ചു. താഴത്തെ നിലയിലെ ഗാർഡ് റൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഇത് സാങ്കേതിക പരിശോധനയിൽ നിന്ന് വ്യക്തമായതായും അധികൃതർ അറിയിച്ചു. സുരക്ഷാ വീഴ്ച ആരോപിച്ച് 2 പേരെ അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമമായ അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുവൈത്ത് പൗരനെയും പ്രവാസിയെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം. നരഹത്യയും അശ്രദ്ധയും മൂലം അപകടമുണ്ടാക്കിയതിനാണ് കേസ്. അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. ഈ അപകടത്തെ തുടർന്ന് നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് കുവൈത്ത്. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തുന്ന കെട്ടിട ഉടമകൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് കുവൈത്ത് മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പറഞ്ഞു. 2009 ഇതിനു മുൻപ് കുവൈത്തിൽ നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടാകുന്നത്. 57 മരണമായിരുന്നു അന്ന്. ഭർത്താവ് 2ാം വിവാഹം കഴിച്ചതിൽ പ്രതിഷേധിച്ച് കുവൈത്തി വനിതയായ നുസ്ര അൽ ഇനൈസി വിവാഹ ചടങ്ങുകൾ നടക്കുന്ന ടെന്റിന് തീയിടുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് അന്ന് മരിച്ചത്. കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ നുസ്രയെ 2017 തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു. മംഗഫിലെ തീപിടുത്തത്തിൽ 45 ഇന്ത്യക്കാരടക്കം 49 പേരാണ് മരിച്ചത്. 23 മലയാളികളുടെ മരണവും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട സ്വദേശികളായ സിബിൻ എബ്രഹാം, മുരളീധരൻ നായർ, ആകാശ് ശശിധരൻ നായർ, സാജു വർഗീസ്, തോമസ് ചിറയിൽ ഉമ്മൻ, കണ്ണൂർ സ്വദേശികളായ വിശ്വാസ് കൃഷ്ണൻ, നിതിൻ, അനീഷ് കുമാർ, കൊല്ലം സ്വദേശികളായ സുമേഷ് സുന്ദരൻ പിള്ള, ലൂക്കോസ്, സാജൻ ജോർജ്, ഷമീർ ഉമറുദ്ദീൻ, കോട്ടയം സ്വദേശികളായ ശ്രീഹരി പ്രദീപ്, സ്റ്റെഫിൻ എബ്രഹാം, സാബു, ഷിബു വർഗീസ്, മലപ്പുറം സ്വദേശികളായ ബാഹുലയൻ, നൂഹ്, തിരുവനന്തപുരം സ്വദേശികളായ ശ്രീജേഷ് തങ്കപ്പൻ നായർ, അരുൺ ബാബു, കാസർഗോഡ് സ്വദേശികളായ രഞ്ജിത്ത്, കേളു പൊന്മലേരി, ആലപ്പുഴ സ്വദേശിയായ മാത്യു തോമസ്, തൃശൂർ സ്വദേശിയായ ബിനോയ് തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച ഭൂരിഭാഗം പേരുടെ വിവരങ്ങളും വ്യക്തമായിട്ടില്ല. ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവരുടെ പേര് വിവരങ്ങളുമായി മലയാളി സംഘടനകൾ അന്വേഷണം നടത്തിയെങ്കിലും കൃത്യമായ വിവരങ്ങൾ ആർക്കും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. മരിച്ചവരുടെ എണ്ണം അധികൃതർ പുറത്തുവിട്ടെങ്കിലും പേര് വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലുമായിരുന്നു. പരിക്കേറ്റവരിൽ സംസാരിക്കാൻ കഴിയുന്നവർ മാത്രമാണ് കൃത്യമായ വിവരങ്ങൾ നൽകിയത്. രക്ഷപ്പെട്ടവരിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ കാണാതായ പലരും മരിച്ചതായി മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. മലയാളി സംഘടനകൾ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന മുഴുവൻ പേരുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും പലരെയും കിട്ടിയിരുന്നില്ല. ഇവർ മരണപ്പെട്ടു എന്ന നിലയിലാണ് പല വാർത്തകളും പിന്നീട് പ്രചരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു പറയാൻ സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം.